ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു 6 മാസത്തിന് ശേഷം നമ്മുടെ ചപ്പാത്തി പ്രസ്സിൻ്റെ റിവ്യൂ പറയുകയാണ് കേട്ടോ. അന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ എൻ്റെ രാവിലത്തെയും വൈകുന്നേരത്തെയൊക്കെ വിശേഷങ്ങൾ, പിന്നെ രാവിലെ ആകെ നേരം വൈകിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ തിക്കും തിരക്കുള്ളൊരു ദിവസമൊക്കെ തന്നെയായിരുന്നു ഇന്ന്. ഇങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായ വെച്ചു. അപ്പം ഞാൻ ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും ചേട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ അധികം വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചു. അപ്പോൾ പിന്നെ അത് തിളച്ച വെള്ളം എടുത്ത് കളയണ്ടല്ലോ എന്ന് കുറച്ച് ചായയിലിട്ട് മാറ്റി വെച്ചു. വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് മാത്രം ചായ വെച്ചു. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചീനിച്ചട്ടി വെച്ച് കാണിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നാളികേരം വറുത്തെടുക്കുകയാണ് കേട്ടോ. ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ 6 മാസത്തിന് ശേഷം അതിൻ്റെ റിവ്യൂ പറയണമെന്ന്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇന്ന് ചപ്പാത്തി തന്നെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. നാളികേരം ഇട്ടിട്ടുണ്ട്, കുറച്ച് പെരിഞ്ചീരകം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ചായ ഒന്ന് പകർത്തി വയ്ക്കുകയാണ് കേട്ടോ. എനിക്ക് ഇടയ്ക്ക് തിരിച്ച് കുടിക്കാനായിട്ട് അത് അവിടെ കിടന്ന് വറവാവുന്നുണ്ട്. അപ്പോൾ ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇളക്കാണ്ടിരുന്നാൽ അത് കരിഞ്ഞു പോയില്ലേ. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദയും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആട്ടപ്പൊടി എടുക്കുക. നമ്മുടെ റേഷൻ കടയിലത്തെ ഗോതമ്പ് പൊടി ആകുമ്പോൾ തനി ഗോതമ്പല്ല. അപ്പോൾ അത് തന്നെയാകുമ്പോൾ അത്ര ശരിയാവില്ല ഈ ഒരു ചപ്പാത്തി പ്രസ്സിൽ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ആട്ടപ്പൊടി തന്നെ വേണം എടുക്കാനായിട്ട്. അല്ല നമ്മുടെ റേഷൻ കടയിലത്തെ ഗോതമ്പ് പൊടി ആണെങ്കിൽ പകുതിയും പകുതിയായിട്ട് എടുക്കുക. പിന്നെ എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, ഗോതമ്പ് പൊടി തന്നെ വെച്ച് ഉണ്ടാക്കാം. പക്ഷേ ഇത്രയ്ക്ക് അങ്ങോട്ട് വരില്ല എന്ന് മാത്രം. ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കട്ടിപ്പ് പാടില്ല. അപ്പോൾ അത് കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ നാളികേരം വറവായിട്ടുണ്ട്, തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ എനിക്ക് ഇളക്കി തരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, ഇതെല്ലാം അതും ചേർക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് ചൂടാവണം. എന്നിട്ട് വേണം അത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറിയിലേക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അത് ആദ്യം വറക്കാൻ വെച്ചതാണ് കേട്ടോ. കൂട്ടാൻ ആദ്യം നന്നായി വെച്ച് കഴിഞ്ഞാൽ നന്നാവില്ലേ. പെട്ടെന്ന് ഓരോന്ന് ഉണ്ടാക്കിയിടുമ്പോൾ അങ്ങനെ കഴിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കറി ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ട് റെഡിയാക്കി. പിന്നെ ഒരു കുക്കറിലേക്ക് കോളിഫ്ലവറാണ് കേട്ടോ. കോളിഫ്ലവർ അതിലേക്ക് ചെറിയൊരു സവോള, ചെറിയൊരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ആവശ്യത്തിനും കൂടി ഇട്ടുകൊണ്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കുക. കുറേ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ, ഓവർ ലൂസ് ആവേണ്ട കാര്യമില്ല. അങ്ങനെ ഇത് അടച്ച് 2 വിസിലൊക്കെ ധാരാളമാണ് കേട്ടോ കോളിഫ്ലവറിന്. അങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അടുപ്പത്തൊക്കെ ആക്കിയൊക്കെ റെഡിയാക്കി അരച്ചൊക്കെ വെച്ച്, നാളികേരമൊക്കെ അരച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇതേപോലെ ഓരോ ബോളുകളായിട്ട് പിടിച്ച് വെക്കുക. അപ്പോൾ ആദ്യം ഇങ്ങനെ ബോളുകളായിട്ട് വെക്കുക കേട്ടോ. നമ്മൾ ഇതാകുമ്പോൾ നല്ല ചൂടിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, വേഗം ആവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബോൾ പിടിക്കാൻ നമുക്ക് ഇത്തിരി ടൈം കുറവാണ്. ചെയ്യുകയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും അത് നടന്നൊന്നും വരില്ല. അത് കാരണം കൊണ്ട് ഞാനതൊന്ന് ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് ചപ്പാത്തി പ്രസ് എടുത്തു കൊണ്ടിങ്ങോട്ട് ചൂടാവാൻ വെച്ചത് കേട്ടോ. നല്ല ചൂടാവണം. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേണം അത് ഓണാക്കി ഇടാനായിട്ട്. അപ്പോൾ അതൊന്ന് ചൂടാവണ നേരം കൊണ്ട് ഞാൻ വേഗം കോളിഫ്ലവർ റെഡിയാക്കാമെന്ന് വെച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കണ്ടിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരക്കൊത്താണ് ഞാൻ ഇട്ട് കൊടുത്തത്, കറിവേപ്പിലും കൊണ്ടിട്ടിട്ട് ഒന്ന് തളിച്ചൊഴിക്കണമെന്ന് മാത്രം. നിർബന്ധമൊന്നുമില്ല ഈ ഒരു സ്റ്റെപ്പ് വേണമെന്ന്. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നാളികേരക്കൊത്തും കറിവേപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ആയി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവറിൻ്റെ ഒഴിച്ച് കൊടുക്കുക. തിരിച്ച് വെള്ളത്തോടു കൂടി തന്നെ എത്ര ചാറ് വേണോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൽ വെള്ളം ചേർക്കേണ്ടത്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് പാകത്തിനുള്ള ലൂസാക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അവസാനം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വറുത്തരച്ച് കോളിഫ്ലവർ വയ്ക്കുമ്പോൾ ആ ഒരു പച്ചക്കുത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനെ കോളിഫ്ലവർ വയ്ക്കുമ്പോൾ. അപ്പോൾ ഇത് ഓരോ ഉരുളാക്കി എടുത്തിട്ട് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ മുക്കിയിട്ടല്ലേ ഞാൻ കാണിക്കാറ്. അപ്പോൾ ഇന്ന് അതല്ല, കുറച്ച് പൊടി നമ്മൾ പരത്താൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ പൊടിയിൽ അങ്ങനെ മുക്കുക കേട്ടോ. ഒരിത്തിരി ഇങ്ങനെ പരത്തണം. ഇതേപോലെയല്ല, കുറച്ചും കൂടി ഒന്ന് പരത്തിയെടുക്കണമെന്ന് നല്ലതാണ്. നമുക്ക് ചപ്പാത്തി പ്രസ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് തന്നെ പരക്കാനായിട്ട് നല്ലത് കുറച്ചും കൂടി ഒന്ന് പരത്തിയിട്ട് വേണം നമ്മൾ വയ്ക്കാൻ. നല്ല ചൂടായിട്ടുണ്ടാവണം ചപ്പാത്തി പ്രസ്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം.
അപ്പോൾ അതാ ഒറ്റയടിക്ക് വെക്കുക. അത് ഇതേപോലെ ഈ ഒരു ഭാഗത്താണ് വെക്കേണ്ടത്. എന്നിട്ട് അമർത്തി പിടിക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ല ശബ്ദത്തിൽ ഇങ്ങനെയാവും. അത് കഴിഞ്ഞ് പിന്നെ തുറന്ന് വയ്ക്കുക. തുറന്ന് വെച്ച് ഒരു ഇത്തിരി സമയം മറച്ചിടുക. മറച്ചിട്ടിട്ട് ഒരു ഇത്തിരി സമയം ഒന്ന് ഒരു മിനിറ്റൊക്കെ വേണ്ടി വരില്ല, ഒരിത്തിരി സമയം മതി. ഒന്ന് മറിച്ചിടുക. വീണ്ടും ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് പിന്നെ ചപ്പാത്തി പ്രസ് ഇത് അടച്ച് വയ്ക്കുക. തന്നെ അത് പൊളച്ച് പൊന്തി അങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്നും മറിച്ചിടണമെങ്കിൽ എന്തിനാണെന്നറിയോ പിന്നെ മറിച്ചിടുന്നത്? മൊരിയാനായിട്ട്. ഞാൻ പറയുന്നത് കൂട്ടുകാർക്ക് മനസ്സിലാവണുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിത് തന്നെ ഈ ചപ്പാത്തി പ്രസ്സിൽ ഉണ്ടാക്കണത് തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടും ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, പൊളച്ച് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കേ ശ്രദ്ധിക്കാനുള്ളൂ. ഒന്നില്ലെങ്കിൽ ആട്ടപ്പൊടിയിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് പൊടി ആണ് നമ്മൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ അതിൽ പകുതി മൈദ ചേർക്കുക കേട്ടോ. ആട്ടപ്പൊടിയിൽ മൈദ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ മൈദ ഉണ്ടാകുമ്പോൾ നന്നായിട്ട് പൊള്ളച്ച് കിട്ടും. അപ്പോൾ അതാ ഒന്നും കൂടി ഒന്നും മൊരിയണമെങ്കിൽ ഇങ്ങനെ മറിച്ചിടുക കേട്ടോ. 2 ഭാഗം മൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കാസറോളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ വൈകുന്നേരം വരെ ഇരുന്നോളും. അതെപ്പോഴും അങ്ങനെ ശ്രമിക്കുക. പിന്നെ നമ്മൾ ആ എടുത്തിടുന്ന നേരത്ത് ചപ്പാത്തി പ്രസ് തുറന്ന് വെക്കരുത്, അടച്ച് തന്നെ വെക്കുക. എന്താ വെച്ചാൽ അതിൻ്റെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പരന്ന് കിട്ടില്ല. അത് കാരണം കൊണ്ടാണ് ചൂട് നല്ല ചൂടിൽ തന്നെ നിൽക്കണം. അപ്പോഴാണ് നല്ല രീതിയിൽ കിട്ടുക. മനസ്സിലായെന്ന് വിചാരിക്കണേ. അപ്പോൾ അതാ അങ്ങനെ ചപ്പാത്തി കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ചപ്പാത്തിയും കോളിഫ്ലവർ കറിയാണ് കൊണ്ടുപോയത്. അവർക്ക് മാത്രം പോരാ, കൂട്ടുകാർക്ക് ഓരോന്നൊക്കെ കൊടുക്കാനും വേണ്ടേ. അപ്പോൾ അത് കാരണം കൂടെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അതിനിടയ്ക്ക് രാവിലെ ചില്ലറയില്ലാണ്ടുള്ള വിഷമം. ആകെ ഒരു 200ൻ്റെ നോട്ടുകൊണ്ട് 3 ആൾക്കും പോകണം, എനിക്കും പോകണം, ആദിത്യനും പോകണം, ശ്രീകുട്ടനും പോകണം. അവർക്ക് കുറേശ്ശെ കാശ് മതി. പക്ഷേ നമുക്ക് 10 രൂപ 20 രൂപ ഉണ്ടാവണ്ടേ. അന്നേരത്ത് ചേട്ടൻ എന്നും കൊണ്ടുവരാറുണ്ട്, ഇന്നലെ കൊണ്ടുവന്നില്ല, എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ നടന്ന് അതൊക്കെ ചോദിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് നേരം വൈകി കേട്ടോ. പാത്രം കഴുകാനൊന്നും നേരം കിട്ടിയില്ല കാലത്ത്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആദ്യത്തിൻ്റെ പല്ല് ക്ലീനാക്കാനായിട്ട് പോയി. പകുതി ക്ലീനാക്കിയുള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് ക്ലീനാക്കിയില്ല. ഇനി വേറൊരു ദിവസം കൂടി വരാനായിട്ട് പറഞ്ഞു. ഭയങ്കര മഞ്ഞ കളറും പിന്നെ ഒരു വെള്ള കളറൊക്കെ വന്നിട്ട് ആണ്. അവൻ്റെ പല്ല് നേരെ ഒത്തതല്ല എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ നേരെ വെക്കണമെങ്കിൽ കെട്ടിക്കണം. അപ്പോൾ ഇപ്പം കെട്ടിക്കണ്ടെന്നാണ് അവൻ പറയണത്. അപ്പോൾ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് മാത്രം, അല്ലേ പല്ലൊക്കെ കേടായി പോയില്ലേ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ പാത്രം കഴുകാൻ ഒന്നിനും നേരം കിട്ടിയില്ല. ഈ പിള്ളേരുടെ പിന്നാലും ചേട്ടൻ്റെ പിന്നാലും നടക്കാൻ എനിക്ക് നേരം ഉണ്ടായുള്ളൂ. ഈ ഒരു കറിയും ചപ്പാത്തിയും തന്നെ ഉണ്ടാക്കിയുള്ളൂ. ചോറ് പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു, അത് ചൂടാക്കിയിട്ട് ഞാനെടുത്തു. എനിക്ക് ചോറ് തന്നെ വേണം കേട്ടോ. ചപ്പാത്തി കൊണ്ടുപോകുന്നത് അത്ര ഇഷ്ടമൊന്നുമല്ല. പിന്നെ വൈകുന്നേരം വന്ന് ബാലൻസ് ഉണ്ടായിരുന്ന ചപ്പാത്തിയും കറിയൊക്കെ കൂട്ടി എല്ലാവരും കുറച്ചൊക്കെ കഴിച്ചാൽ വിശപ്പങ്ങോട്ട് മാറ്റി. അത് കഴിഞ്ഞിട്ട് അവരൊക്കെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഞാൻ പാത്രം കഴുകാനായിട്ട് നിന്നു. അപ്പോൾ നെല്ലിക്ക 2 ദിവസമായി ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട്. വില കുറവാന്ന് പറഞ്ഞു, നല്ല വില കുറവാണ്. അപ്പോൾ വില കുറവ് കണ്ട് കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കും. ജയ്ഹിന്ദ് മാർക്കറ്റിൽ എൻ്റെ അവിടെയാണ് കേട്ടോ ചേട്ടൻ ജോലി ചെയ്യണേ. അപ്പോൾ വില കുറവിൽ പച്ചക്കറിയും ഇതൊക്കെ കാണുമ്പോൾ വാങ്ങിച്ചുകൊണ്ടിരും. അപ്പോൾ അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ പാത്രം കഴുകലും കഴിഞ്ഞു. പിന്നെ ചോറ് ഊറ്റി വയ്ക്കാനായിട്ട് അരിപ്പ അവിടെ വെച്ചു, ബാക്കിയുള്ളതൊക്കെ എടുത്തു കൊണ്ട് വെച്ചു. പിന്നെ ഡീപ്പായിട്ടൊന്നും അടുക്കള ക്ലീനാക്കണമൊന്നും ഇല്ല വെച്ചാൽ നമുക്ക് ഇനിയും പണികൾ ഇഷ്ടം പോലെ ഉണ്ട് അടുക്കളയിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് വടിച്ച് കളഞ്ഞു. പിന്നെ വൃത്തികേടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നൊന്നുമില്ല കേട്ടോ അടുക്കളയിൽ. അങ്ങനെ അതൊന്ന് വടിച്ച് കളഞ്ഞിട്ട് ഇത് ഐസ്ക്രീം പാത്രത്തിലേക്കോ അങ്ങനെ എന്തിലെങ്കിലും വയ്ക്കാൻ പറയണ്ടായിരുന്നു അതിനു. പക്ഷേ ഇത് അവിടെ വെക്കണോണ്ട് അവിടെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ആവണില്ല കേട്ടോ. വെച്ചാൽ അതിലങ്ങനെ വെള്ളമൊന്നും പിടിക്കണില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രം വെച്ച് വെക്കണമെന്ന് ഞാൻ ചിന്തിക്കണേ, നോക്കിയിട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അത് അവിടെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കളയാൻ പോയ നേരത്ത് കറണ്ട് പോയി. അങ്ങനെ പിന്നെ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കറണ്ട് വന്നു. അപ്പോൾ പിന്നെ ടെറസിലൊക്കെ പോയി കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഒന്ന് റിലാക്സായി തിരിച്ചു വന്നു. നെല്ലിക്ക ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചാറിലേക്ക് ഇനി വെള്ളം ഒഴിക്കണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ ഇരുന്ന് അതൊക്കെ ഒന്ന് വിടർത്തി എടുത്തു, ഒരേ ഇതളുകളായിട്ട് തിരിച്ചെടുത്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ല. ചേട്ടൻ ദൈവം വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ദൈവം സാധനങ്ങൾ ഉള്ളിയും അങ്ങനെ കുറച്ച് 1-2 സാധനങ്ങളൊക്കെ കഴിഞ്ഞതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊണ്ടുണ്ട്. അതൊക്കെ ബാഗിലിട്ടിട്ട് കൊണ്ടുവരിക കേട്ടോ, ഇങ്ങനെ നിറച്ചിട്ട്. പിന്നെ ചോറ് മാത്രം ഒക്കെ എടുത്ത് വയ്ക്കുകയാണ്.
പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. ചോറ് ഞാൻ വൈകുന്നേരം എന്തായാലും ഉണ്ടായിരുന്നില്ല, ഞാൻ കുറച്ചുള്ളത് ഞാൻ ചൂടാക്കി കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അച്ചാറിടാനുള്ള പരിപാടി നോക്കാം. നെല്ലിക്ക അച്ചാർ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇത് കാണണമെങ്കിൽ ഇത് കാണുക, അത്ര തന്നെ. ഞാൻ എൻ്റെ അച്ചാറുണ്ടാക്കുന്ന രീതിയൊക്കെ ഒരേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ പല രീതിയിലൊന്നും ചെയ്യല. പിന്നെ ചില അച്ചാറുകൾക്ക് മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഉലുവയും കടുകും വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് പൊടിച്ചെടുക്കണം കേട്ടോ മിക്സിയിലിട്ടിട്ട്. പിന്നെ എണ്ണ ഒഴിച്ച് കായം അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയും ചീരയും കൂടിയും വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ചീര മുറിക്കാൻ പോയത്. അപ്പോഴേക്കും കായ ഒരു പരുവായിട്ടുണ്ട്. ചേട്ടൻ മുട്ട കൊത്തിപ്പൊരിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചീരയും മുട്ടയും കൂടി ആക്കുമ്പോൾ ആദ്യം മുട്ട കൊത്തിപ്പൊരിച്ച് തരേണ്ടതാണ് കേട്ടോ ചേട്ടൻ. അപ്പോൾ ഒരു കൈ സഹായം ആവുമല്ലോ. അപ്പോൾ നെല്ലിക്കച്ചാറ് ഇടൽ കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വേണ്ട എഡിറ്റ് ചെയ്യാനൊക്കെ, അപ്പോൾ പണിയുണ്ടല്ലോ. അപ്പം ഞാൻ വേഗം കായത്തിന് കോരിയെടുക്കുകയാണ്. അത് ഇത്തിരീശ കരിഞ്ഞു തുടങ്ങി. അപ്പോൾ അതങ്ങനെ തന്നെ എടുത്തും കണ്ടിട്ട് ഒരു പ്ലേറ്റിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞങ്ങോട്ട് കിട്ടും കേട്ടോ. ഒന്ന് അമർത്തി കൊടുക്കണം, ഫുള്ളായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കണം കേട്ടോ, എന്നാലാണ് ശരിയാവുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ മുട്ട കൊത്തിപ്പൊരിക്കലും ഞാനിവിടെ അച്ചാറിടുന്ന പരിപാടിയാണ്. രണ്ടും ഒപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു പകുതി മൂപ്പാവുമ്പോൾ പച്ചമുളക് അത്യാവശ്യം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. നമുക്ക് പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, 1.5-2 കിലോ അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നെല്ലിക്ക. അപ്പോൾ അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ അത് മൊരിഞ്ഞ് കിട്ടി കഴിയുമ്പോൾ തീയൊക്കെ നന്നായിട്ട് കുറച്ചിട്ടിട്ട് നിറയെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മാത്രമാണ് ഇട്ട് കൊടുത്തത്, നല്ല മുളക് പൊടി ഇട്ടില്ല. എന്നുവെച്ചാൽ എരിവ് കൂടി അച്ചാർ ഇവിടെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇനി എരിവ് കൂടിയിട്ടും കൂടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഓവർ എരിവ് ഇട്ടില്ല. അതിൽ ഇത്തിരിയും കൂടി ഉപ്പിൻ്റെ പോരായി ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും മുളകൊക്കെ മൂത്തു. മുളക് അങ്ങനെ വല്ലാണ്ട് മൂക്കണമെന്നൊന്നുമില്ല കേട്ടോ അച്ചാറിൽ. ഇത്തിരി മൂപ്പ് കുറഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല. അതിലേക്ക് ഇതാ നെല്ലിക്കാൻ അങ്ങോട്ട് കമത്തി കൊടുത്തിട്ടുണ്ട്, റെഡിയാക്കി വെച്ചത്. പിന്നെ നമുക്ക് അതിൻ്റെ മേലേക്ക് വേണ്ടത് ഉലുവയും കടുകും കൂടി പൊടിച്ചത്. കടുകിൻ്റെ പകുതി മാത്രം എപ്പോഴും ഉലുവ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ മുന്നേ പൊടിച്ച് വെച്ചാൽ കുറച്ചും കൂടി ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. അത്യാവശ്യം ഉണ്ടല്ലോ. പിന്നെ അതാ കായം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഞെരടി അതും വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക വേണ്ടോ. നമ്മുടെ അച്ചാർ റെഡി. അപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി കൂടി ചാറ് വേണം. അപ്പോൾ ആ നെല്ലിക്കര വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ അത്ര മാത്രം ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഉപ്പും മുളകൊക്കെ അതുമ്മയ്ക്കൊന്ന് പിടിക്കണ്ടേ. അപ്പോൾ അത് അച്ചാർ പണി കഴിഞ്ഞു, അതവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചീര അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചു. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചീരയൊക്കെ വഴണ്ട് കിട്ടും കേട്ടോ. അത് തുറന്ന് നോക്കിയപ്പോൾ അതാ ഈ ഒരു പരിവായിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക വേണ്ട കേട്ടോ. ഉപ്പ് ഈ നേരത്ത് ആണ് ഇട്ട് കൊടുക്കുക. പിന്നെ മുട്ട ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുത്തി ഇങ്ങനെ എടുക്കുക. അപ്പോൾ നന്നായിട്ട് യോജിച്ചോളും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ കറികളെന്ന് പറയുന്നത്. അത് യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ചു കേട്ടോ. ഒരു 2 മിനിറ്റ് വീണ്ടും തുറന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ അതാ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ വർത്താനം ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കില്ലല്ലോ. അതുപോലെ തന്നെ കമൻറ്റ് എഴുതാനും മറന്നു പോകരുത്. മറ്റുള്ള കൂട്ടുകാരികളോടൊക്കെ ഒന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിച്ചോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നമുക്ക് സബ്സ്ക്രൈബറൊക്കെ കൂടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അച്ചാറും ഈ മുട്ടയും ചീരയും കൊത്തിപ്പൊരിച്ചതും കൂട്ടിയിട്ടാണ് ഇന്ന് ചോറുണ്ണുന്നത്. വലിയ വിഭവങ്ങളൊന്നും ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നാളെ രാവിലെ 9 മണിക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.